ഹലോ ഗൈസ്, എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുള്ള ഗോവയിലെ സൂപ്പർ സൂപ്പർ കിഡ്സ്കാർ എന്ന് പറഞ്ഞൊരു അടിപൊളി വെള്ളച്ചാട്ടത്തിലാണ്. ഈ വെള്ളച്ചാട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൽ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് മൂവി ഷാറുഖ് ഖാൻ ഒക്കെ വന്നിരിക്കുന്ന ആ റെയിൽവേ ലൈനാണിത്. അതാണ് ദൂസ്കാർ വെള്ളച്ചാട്ടത്തിന്റെ മണ്ടയിലുള്ളത്. ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ആ സ്ഥലത്ത് ഞാൻ കണ്ട കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഗോവയിൽ നിന്ന് ഒരു സ്ഥലത്തെത്തും. എനിക്ക് ആ സ്ഥലത്തിന്റെ പേരൊന്നും അറിഞ്ഞൂടാ, പറയാനൊന്നും അറിഞ്ഞൂടാ. ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം ഒരു ട്രക്കിങ് പോലെയാണ് ഞങ്ങൾ പോകുന്നത്. ട്രക്കിംഗ് എന്ന് പറയുമ്പം ഒരു വണ്ടിയില് മഹീന്ദ്രന്റെ ചെറിയ ചെറിയ വണ്ടികൾ ഉണ്ടായിരുന്നു. ട്രക്കിംഗ് ലോറി, അങ്ങനെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുലിങ് ആയിരുന്നു പോകുന്നത്. ഏകദേശം വനത്തിൽ കൂടെ ഒരു നല്ല യാത്രയുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾ വളരെ കുറച്ചായിട്ടാണ് കാണിക്കുന്നത്. യാത്രയെല്ലാം ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ അതിമനോഹരമായ സ്പോട്ട്, സൂപ്പർ വെള്ളച്ചാട്ടം. ഞാൻ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനുണ്ടായിരുന്നു, എൻ്റെ അച്ചാച്ചൻ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുത്തങ്ങ് വരയ്ക്കും, ആ രീതിയിൽ. പക്ഷെ നല്ല രസമായിരുന്നു. ആ ചൂടുള്ള ഗോവ ചൂടുള്ള ആ സ്ഥലത്ത് നിന്ന് നല്ല തണുത്തുള്ള ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പം നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. 1-2 മണിക്കൂറേ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി വീണ്ടും തിരിച്ചു ഞങ്ങൾ ഇങ്ങ് പോരുന്നു. ആ യാത്ര എന്നെ സംബന്ധിച്ച് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു. വളരെ രസകരമായിരുന്നു. അതുപോലെ തന്നെ വളരെ പാടായിരുന്നു പോവാൻ. കാരണം ട്രക്കിങ്ങിൽ കുലുങ്ങി പോകുന്നത് കൊണ്ടാ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ട്രിപ്പില് ഞങ്ങളുടെ ഏറ്റവും നിറഞ്ഞ, എത്ര പാടുപെട്ടാലും ഞങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു ദൂസ്കാദർ. അതാണ് ഞാൻ നിങ്ങളെ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ദയവായിട്ടൊന്ന് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി ഇതുപോലത്തെ വേറെ വീഡിയോസ് ആയിട്ട് ബൈ.